തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് തേനി വഴി പോകുമ്പോഴുള്ള ഹൈവേയുടെ സൈഡിലുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. നിറയെ പാടങ്ങളുണ്ടാവും പലയിടത്തും. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി കുറച്ച് പടമൊക്കെ എടുത്തപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. വെൽക്കം ബാക്ക് ടു എ ലിറ്റിൽ ബിറ്റ് ഓഫ് us guys. This time we are going to തേക്കടി. ഇത്തവണ ഞങ്ങൾ താമസിച്ചത് ക്ലബ് മഹീന്ദ്രയുടെ തേക്കടിയിലെ റിസോർട്ടിലാണ്. കുമളി ടൗണിൽ തന്നെയാണ് ഈ റിസോർട്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ റിസോർട്ടിൽ നിന്ന് കഷ്ടി 1 കിലോമീറ്റർ ദൂരത്തിലാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ 2 പേര് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കുരങ്ങന്മാർ. ഞങ്ങളുടെ ഒപ്പം അതിലൊരാളും ചെക്ക് ഇൻ ചെയ്യാൻ നോക്കി. അന്നുവിൻ്റെ കയ്യിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അന്നൂസ് എൻകൗണ്ടർ വിത്ത് കുരങ്ങൻ വാസ് ഇൻട്രസ്റ്റിംഗ് അല്ലേ അന്നു? വൈകിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായില്ല. ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പലയിടത്തും കഥകളിയുടെയും കളരിപ്പയറ്റിൻ്റെയും ഷോ നടത്തുന്ന കൾച്ചറൽ സെൻറ്റേഴ്സ് ഉണ്ടെന്ന്. എന്നാൽ പിന്നെ കളരിപ്പയറ്റ് കാണാം ഇന്ന് വൈകിട്ട് എന്നങ്ങ് പ്ലാൻ ചെയ്തു. അന്നൂന് വേണ്ടി ഒരു പിസ്സ തപ്പി വി കുഡ് ഫൈൻഡ് എ നൈസ് പ്ലേസ്. ഇനി നമുക്ക് കടത്തനാടൻ കളരി സെൻറ്ററിലെ കളരിപ്പയറ്റ് കാണാം. പെർഫോമൻസിനായിട്ട് സെൻറ്ററിൽ ഒരു വലിയ ഏരിയ, അതിന് 4 ഭാഗത്തും ഗാലറി. മുന്നിലെ റോയിൽ തന്നെ നമുക്ക് സീറ്റ് കിട്ടി. എത്ര വർഷത്തെ അഭ്യാസവും തഴക്കവും മെയ്വഴക്കവും ഒക്കെ വേണം ഇങ്ങനെ ഒന്ന് പെർഫോം ചെയ്യാൻ. ഈ കലാകാരന്മാർക്ക് ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഫ് യു ഹാവ് ടൈം 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. യു വിൽ നെവർ റിഗ്രറ്റ് ഇറ്റ്. ലാസ്റ്റിൽ 1-2 ഐറ്റം ഓഡിയൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു. ഗൂസ് ബം മൊമെന്റ്സ് എന്ന് അറിയില്ലേ, ഭയങ്കര കൈയടിയായിരുന്നു എല്ലാവരും.
അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഗംഭീര പ്രോഗ്രാം കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. രാവിലെ ഒരു ചെറിയ തണുപ്പ്, നല്ല കാലാവസ്ഥ ഫോർ എ മോർണിംഗ് വാക്ക്. ഈ റിസോർട്ട് നമുക്ക് നടന്നൊന്ന് കാണാം. ഈ കാട്ടിലെ വലിയ മരങ്ങളൊന്നും അധികം മുറിക്കാതെയാണ് ഈ പ്രോപ്പർട്ടിയിൽ കോട്ടേജസ് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ പണിതിട്ടുള്ളത്. ഈ ഫ്ലവർ കാനപ്പി കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. തലേദിവസം നമ്മൾ പരിചയപ്പെട്ട ഓട്ടോ ചേട്ടൻ പറഞ്ഞ് ഇവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഈ ഹോട്ടലിൻ്റെ പേരും കണ്ടോ, പെരിയാർ കഫേ. പുട്ടും കടലയും അപ്പവും സ്റ്റൂവും നാടൻ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ബോട്ടിങ്. അത് കഴിഞ്ഞിട്ട് വിച്ചുചേട്ടൻ പറഞ്ഞ 2-3 ലൊക്കേഷനിലും പോകാനൊരു ചെറിയ പ്ലാൻ ഉണ്ട്. ചിറ്റാർകോയിൽ വ്യൂ പോയിന്റും ഒട്ടകത്തലമേടും. ഒരു ഹായ് പറഞ്ഞോ വിച്ചുചേട്ടൻ. ഇന്നത്തെ നമ്മുടെ പ്ലാൻ ബോട്ടിംഗ് ആണ്. അതിനുള്ള കൗണ്ടർ വരെ നമ്മുടെ വണ്ടി വരാൻ സമ്മതിക്കുള്ളൂ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിൽ വേണം ബോട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാൻ. ഇവിടെ നിന്നും ഒരു 4 കിലോമീറ്റർ ഉണ്ട് ബോട്ടിങ്ങിൻ്റെ പോയിന്റിലേക്ക്. നമ്മളിപ്പോൾ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു പോർഷനിൽ കൂടെയാണ്. ഞങ്ങൾക്ക് 11:15 ടിക്കറ്റാണ് കിട്ടിയത്. ജനുവരി ലാസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ ഈ വന്നിരിക്കണേ. അതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. എല്ലാവരുടെയും ടിക്കറ്റിൻ്റെ പിന്നിൽ സീറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ ചുമ്മാ ഒരു തിരക്ക് പിടിക്കുമല്ലോ. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. ബോട്ട് വരാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരുടെയും ക്ഷമ നശിച്ച് പീപ്പിൾ ആർ ട്രൈങ് ടു പുഷ് ഈച്ച് അതർ. രണ്ട് ബോട്ട് ഒരുമിച്ചാണ് വന്നത്, വാനജോൽസിനെയും പെരിയാറും. ഞങ്ങൾ പെരിയാർ എന്നുള്ള ബോട്ടിലാണ് കയറിയത്. കയറിയ ഉടനെ തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് തന്നു, പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും. ബോട്ട് നീങ്ങി തുടങ്ങിയാൽ ആരും എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, അതിനകത്ത് നടക്കാൻ പാടില്ല എന്നൊക്കെ. ഉച്ച സമയമായതുകൊണ്ട് ചാൻസസ് ഓഫ് സീയിങ് ദി ആനിമൽസ് ഈസ് ലിറ്റിൽ ലെസ്. എന്തായാലും ഈ തടാകത്തിലൂടെയുള്ള ഈ ബോട്ടിംഗ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. മാർച്ച് ഏപ്രിൽ ആണത്രേ ഏറ്റവും ബെസ്റ്റ് ടൈം ടു സൈറ്റ് ദി ആനിമൽസ്. കാരണം അവർ വെള്ളം കുടിക്കാനായിട്ട് ഫ്രീക്വൻ്റ്ലി ഈ തടാകത്തിലേക്ക് വരും. ബട്ട് ദ പ്ലെസൻറ്റ് വെദർ ഈസ് ഒക്ടോബർ ടു മാർച്ച്. ഈ റിസർവ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ്ഡ് ടൈഗർ റിസർവിൽ ഒന്നാണ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ്, ഈ കാണുന്ന ലേക്ക് ദിസ് ഈസ് മാൻ മെയ്ഡ്. ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷെ ഇത് സത്യമാണ്. 1895 മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ ലേക്കാണിത്. ഒരു 777 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ആണ് ഈ കാണുന്നത്. ഇറ്റ് ഹാസ് എ ലക്ഷൂറിയസ് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആൻഡ് ദിസ് സ്പെക്ടാക്കുലർ സ്ട്രെച്ച് ഓഫ് ഗ്രീനറി ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ റിവർ പെരിയാർ. അതുകൊണ്ടാണ് ഇതിന് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഈ ബോട്ട് ഈ മുഴുവൻ യാത്രയിൽ ഒരു സ്ഥലത്താണ് നിർത്തിയത്, നിയർ എൻ ഐലൻഡ്. ദർ ഈസ് എ
KTDC Lake Palace on this island, which is a resort now. പണ്ട് ഇത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സമ്മർ പാലസ് ആയിരുന്നു. Now it's converted into a jungle lodge. ഇപ്പോൾ ഈ കാട്ടിൽ അറൗണ്ട് 40 ടൈഗേഴ്സ്, അറൗണ്ട് 1000 ഏഷ്യൻ എലിഫൻറ്റ്സ്, പിന്നെയും പലതരത്തിലുള്ള കുറേ വൈൽഡ് ആനിമൽസ്, അതുകൂടാതെ 340-ലധികം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബേർഡ്സ് ആൻഡ് അറൗണ്ട് 2000 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. ഈ മുഴുവൻ യാത്രയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ക്ലെൻലിനെസ് ആണ് ആൻഡ് ദ സ്പെക്ടാക്കുലർ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ. പിന്നീടാണ് മനസ്സിലായത് ഈ റിസർവിന് 23ഓളം അവാർഡ്സ് ഓഫ് എക്സലൻസ് കിട്ടിയിട്ടുണ്ട് ഫോർ ദെയർ കൺസർവേഷൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ്. കുറേ ദൂരെ നമുക്ക് കുറച്ച് കാട്ടുപോത്തിനെ കാണാൻ സാധിച്ചു, പക്ഷെ സൂം ഇൻ ചെയ്യാൻ പറ്റിയില്ല, അത്ര ദൂരെയായിരുന്നു. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം ഇവർക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അതർ ദാൻ ദിസ് ബോട്ടിംഗ്. ഫോർ എക്സാമ്പിൾ ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ട്രെക്കിംഗ് ട്രെയിൽസ് ഉണ്ട് ആൻഡ് നൈറ്റ് ക്യാമ്പിംഗ് ഓൾസോ ഇൻ ദ ഫോറസ്റ്റ്, ഓഫ് കോഴ്സ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ദ ഫോറസ്റ്റ് ഗൈഡ്സ്. ഇനി ഇവിടെ വരികയാണെങ്കിൽ ഒരു പെരിയാർ ടൈഗർ ട്രെയിൽ വിച്ച് ഇസ് എൻ ഓവർ നൈറ്റ് ട്രെക്കിംഗ് ആൻഡ് ക്യാമ്പിംഗ് പ്രോഗ്രാം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര അഡ്വഞ്ചറസ് ആൻഡ് എക്സൈറ്റിംഗ് ആയിരിക്കും ഈ ട്രെയിൽ എന്നാണ് പറയുന്നത്. This reserve is one of the most visited as well as protected areas in the country, and it has bagged the title of the best managed tiger reserve among the 54 tiger reserves in India. And it is a proud part of the Western Ghats UNESCO World Heritage Site. നമ്മൾ മനുഷ്യരുടെ എഫേർട്ട് കാരണം ദീസ് വൈൽഡ് ആനിമൽസ് ആർ നോട്ട് ജസ്റ്റ് സർവൈവിങ് ബട്ട് ഓൾസോ ത്രൈവിങ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷം തോന്നും ആഫ്റ്റർ വിസിറ്റിംഗ് ദിസ് പ്ലേസ്. ഇത് വെയിറ്റിംഗ് ഷെഡാണ്, തിരിച്ചു പോകാനുള്ള ബസ് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ് വന്നു. നൗ വി ആർ ഗോയിങ് ബാക്ക് ടു ദ മെയിൻ ലാൻഡ്. God's own country never disappoints us. And Idukki is the best of all. No, ഒരിക്കൽ കൂടി പറയട്ടെ. That's all for now. Thanks for watching a little bit of us and bye from Thekadi.